ഹായ്, ഇന്ന് നമ്മൾ എങ്ങനെ ബിൽ എൻട്രിയിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന നോക്കാം. ബിൽ എൻട്രി ലോഗിൻ ചെയ്തതിനു ശേഷം ലെഫ്റ്റ് സൈഡിലെ പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാറ്റഗറി ആണ് വരുന്നത്. കാറ്റഗറി നമുക്ക് മൾട്ടിപ്പിൾ കാറ്റഗറീസ് സിംഗിൾ കാറ്റഗറി ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതിൽ പിക്ചറൊക്കെ വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ആഡ് ആവും. അഡീഷണൽ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം, ഉള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് ടാക്സ് ഷെഡ്യൂൾ ആണ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിൽ ഞാൻ പുറമെ യൂണിറ്റ്സ് ടാക്സ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്ന ആഡ് പ്രൊഡക്റ്റ് ആണ്. ആഡ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ HSM കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഐറ്റം കോഡ്, ബാർ കോഡ്, സ്റ്റോക്ക് ഓർ സർവീസ് വരുന്നുണ്ട്. ഇതിൽ ഐറ്റം കോഡും ബാർ കോഡും പ്രീഡിറ്റർമൈൻഡ് ആയിട്ട് ജനറേറ്റ് ആയി വരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ആണോ സർവീസ് ആണോ സെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. കറന്റ് ഇത്രയും നമുക്ക് സ്റ്റോക്ക് അവിടെ ഷോപ്പിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് പീസ് ആണോ ബോക്സ് ആണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ടാക്സ് ഷെഡ്യൂൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന പ്രൈസിംഗ് ആണ്. പ്രൈസിംഗിൽ നമുക്ക് MRP അതേപോലെ സെയിൽ റേറ്റ്, പർച്ചേസ് റേറ്റ്, ഡിസ്കൗണ്ട് ഇത്രയും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ പേര് കൊടുത്താൽ മാത്രം ക്രിയേറ്റ് ആവും. പക്ഷേ എങ്കിലും നമ്മൾ സെയിൽ റേറ്റും പർച്ചേസ് റേറ്റും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റിപ്പോർട്ട്സിൽ അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആവുള്ളൂ. നമ്മൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ റിപ്പോർട്ട് എടുക്കുമ്പോഴേ അപ്പോൾ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് പ്രൊഡക്റ്റിന്റെ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് താഴെ വരുന്നത്. അതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ താഴെയുള്ള സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ആകും. പിന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതേ വിൻഡോയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിൽ എൻട്രിയിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. താങ്ക്